ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത് പകൽക്കാലം നമ്മൾ ഈ പ്രാർത്ഥനാ യോഗത്തിനായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. കടന്നു വന്ന സകലരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. എൻ്റെ ചുമതല എന്ന് പറയുന്നത് ഒരു പ്രാരംഭ പ്രബോധനം പങ്കുവെക്കുക എന്നുള്ളതാണ്. ഒരു ആമുഖ പ്രബോധനം എന്ന രീതിയിൽ പ്രാർത്ഥനയെക്കുറിച്ചും തുടർന്ന് മിഷൻ പ്രാർത്ഥനയെക്കുറിച്ചും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ വേഗത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് പറഞ്ഞ കാര്യമാണ് നമ്മൾ ആദ്യം ഓർക്കേണ്ടത്. എടുത്ത് വായിക്കണമെന്നില്ല. ലൂക്കോസിന്റെ സുവിശേഷം 18:1 കർത്താവ് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. അത് പ്രത്യേകിച്ച് ഇതിന്റെ മൂലഭാഷയിൽ പറഞ്ഞിരിക്കുന്നു, മനുഷ്യർ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. കർത്താവിന്റെ ഉപദേശ ശുശ്രൂഷ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ചില കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അത് പലപ്പോഴും വിശ്വാസികളുടെ ജീവിതം നോക്കുമ്പോൾ അത് പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവ് പഠിപ്പിച്ച കാര്യം എന്തോ എന്നും ചെയ്യേണ്ട കാര്യം, എല്ലാ ദിവസവും ചെയ്യണമെന്ന് കർത്താവ് തറപ്പിച്ച് ഉറപ്പിച്ച് വെളിപ്പെടുത്തി പറഞ്ഞ ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അറിയോ? പ്രാർത്ഥിക്കണമോ? അല്ല, എന്നും ചെയ്യണമെന്ന് കർത്താവ് പറഞ്ഞത് പ്രാർത്ഥനയില്ല. പ്രാർത്ഥനയുടെ വിഷയത്തിലേക്ക് വരാം. പ്രാർത്ഥന എപ്പോഴും ചെയ്യണമെന്ന് പറഞ്ഞു, എന്നും ചെയ്യണമെന്നില്ല. എന്നും ചെയ്യണമെന്ന് പറഞ്ഞത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ക്രൂശ് എടുത്ത് പിൻപറ്റണം. തൻ്റെ ക്രൂശ് എടുത്ത് ദിനവും എന്നെ പിൻപറ്റണം. അപ്പൊ എന്നും ചെയ്യേണ്ട കാര്യം സ്വാർത്ഥതയും സ്വന്തം ഹിതത്തെയൊക്കെ നിഷേധിച്ച് ക്രൂശ് എടുത്ത് എന്നും ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുക. നമ്മളതൊന്നും ചെയ്യാറില്ല. എന്നും ചെയ്യേണ്ട കാര്യമാണ് ക്രൂശ് എടുക്കുക എന്നുള്ളത്. എന്നാൽ എന്നും ചെയ്യേണ്ട കൂട്ടത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുകയാണ് എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രാർത്ഥന. അല്ലേ? മനുഷ്യർ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. അല്ലേ? മടുത്തു പോകാതെ തുടർമാനമായിട്ട് സ്ഥിരോത്സാഹത്തോടെ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ് പ്രാർത്ഥന. അപ്പൊ എങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റുന്ന? യോഗം ഒരു സമയത്ത് തുടങ്ങി ഒരു സമയത്ത് തീരും. അങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കുന്ന, ഉറങ്ങുമ്പോഴും പ്രാർത്ഥന, എഴുന്നേൽക്കുമ്പോഴും പ്രാർത്ഥന, നമ്മൾ നിത്യവൃത്തിക്കായിട്ട് പോകുന്ന ജോലി സ്ഥലത്തും പ്രാർത്ഥന. അതെങ്ങനെ പറ്റും? അവിടെയാണ് പ്രാർത്ഥനയെ കുറിച്ചുള്ള നമ്മുടെ വീക്ഷണം ശ്രദ്ധേയമാകുന്നത്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ചുമ്മാ ആലയത്തിൽ വന്നിട്ട് കുറെ ബഹളം വെക്കുന്നതാണെങ്കിൽ എപ്പോഴും പ്രാർത്ഥിക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം ഹൃദയത്തിലെ പ്രാർത്ഥനയാണ്, ഉള്ളത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന. അതിന് യോഗ സമയവും വേണ്ട, യോഗ സ്ഥലവും വേണ്ട, കൂട്ടുവിശ്വാസിയും വേണ്ട, പാട്ടും വേണ്ട, ബഹളവും വേണ്ട, ഒന്നും വേണ്ട. അത് ഹൃദയത്തിലെ ഒരു ചരിവാണ്. ദൈവത്തിലേക്ക് ചരിയുന്നു, അവനിൽ ചാരുന്നു, അവനിൽ ആശ്രയിക്കുന്നു. അങ്ങനെ ഹൃദയത്തിൽ ഒരു ചരിവുള്ളവരാണോ നമ്മളൊക്കെ? ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഒക്കെ ഹൃദയത്തിനൊരു ചരിവുണ്ട്. ഒരു ഊന്നുവടിയിലായിട്ട് ഇങ്ങനെ ചാരിക്കൊണ്ടിരിക്കുകയാണ്. ഏതാ ഊന്നുവടി? ഇപ്പൊ പറഞ്ഞ വാഴ്ത്തപ്പെട്ടവനാം യഹോവ. അല്ലേ? പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്നു ദൈവം. അങ്ങനത്തെ പ്രാർത്ഥന എപ്പോഴും കഴിക്കാം, തുടർമാനമായിട്ട് നിർത്താതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. അല്ലേ? അതാണ് കർത്താവ് പറഞ്ഞത്, മനുഷ്യർ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. അപ്പോൾ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ ബാധ്യസ്ഥരാണ്. പിന്നീട് ചില അവസരങ്ങളിൽ പ്രാർത്ഥന മാത്രം ചെയ്യുമ്പോഴാണ് അത് പ്രാർത്ഥന വേളയായി മാറും. ഇപ്പൊ വേറെ ജോലിയൊന്നും ചെയ്യുന്നില്ല, ഇപ്പൊ പ്രാർത്ഥിക്കാൻ പോവാണ്. അല്ലാതെ അപ്പൊ മാത്രമല്ല പ്രാർത്ഥന. രാവിലെ എഴുന്നേറ്റ് 1 മണിക്കൂർ പ്രാർത്ഥിക്കും, ബാക്കി പിന്നെ പ്രാർത്ഥനയൊന്നുമില്ല. അങ്ങനല്ല, എപ്പോഴും ഉള്ളത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുകയാണ്, അവനിൽ ചാരുകയാണ്. പിന്നെ ആ ആശ്രയം വായ്കൊണ്ട് ഏറ്റുപറഞ്ഞ ദൈവസന്നിധിയിൽ ഇരിക്കുന്നതിനെയാണ് നമ്മൾ പ്രാർത്ഥനാ യോഗം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഹൃദയത്തിൽ ചരിവുള്ളവരാണോ നമ്മൾ? അങ്ങനെ പിതാവിന്റെ സന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ. എല്ലാ സങ്കീർത്തനങ്ങളിൽ നിന്നാണ് നമ്മുടെ പ്രാർത്ഥനകളെ അതിൻ്റെ ആ സ്വഭാവത്തിൽ കാണേണ്ട 3 കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട്, നമ്മൾ പ്രാർത്ഥനയ്ക്ക് കടന്നു വരുമ്പോൾ വളരെ കാതലായ ഒരു വിഷയമാണ്. ഇത് പാലിക്കാതെ ഇനി എത്ര ബോളം വെച്ചിട്ട് ഒരു കാര്യവുമില്ല. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ വെക്കണം, എന്തുണ്ടേലേ പ്രാർത്ഥന ദൈവം കേൾക്കത്തുള്ളൂ? വിശുദ്ധി ഉണ്ടേലേ പ്രാർത്ഥന ദൈവം കേൾക്കത്തുള്ളൂ. 66-ാം സങ്കീർത്തനത്തിലെ ചില വാക്യങ്ങൾ ഞാൻ വായിക്കാം. 66-ന്റെ 16 മുതൽ 20 വരെയാണ് ഞാൻ വായിക്കുന്നത്.
സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പീൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. പ്രാർത്ഥിച്ച് ഉത്തരം കിട്ടിയ ഒരു ഭക്തൻ പറയാണ്, എൻ്റെ സാക്ഷ്യം കേട്ടോ, എനിക്ക് പ്രാർത്ഥിച്ചിട്ട് ദൈവം ഉത്തരം നൽകി. ഞാൻ എൻ്റെ വായ് കൊണ്ട് അവനോട് നിലവിളിച്ചു, എൻ്റെ നാവിന്മേൽ അവൻ്റെ പുകഴ്ച ഉണ്ടായിരുന്നു. ഞാൻ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു. ഇതാണ് സാക്ഷ്യം. ഞാൻ ദൈവത്തെ പുകഴ്ത്തി, ഞാൻ ദൈവത്തോട് നിലവിളിച്ചു, ഞാൻ ആരാധനയും കഴിച്ചു, പ്രാർത്ഥനയും കഴിച്ചു. പക്ഷെ എന്തുകൊണ്ടാണ് എൻ്റെ ദൈവം കേട്ട്? 66:18, എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയില്ല. നമ്മുടെ മലയാളം ബൈബിളിൽ കരുതിയില്ല എന്നാണ്, ഇംഗ്ലീഷ് ബൈബിളിലും മൂലഭാഷയിലൊക്കെ അകൃത്യം ഞാൻ താലോലിച്ചിരുന്നെങ്കിൽ, പാപം വെച്ച് ഞാൻ താലോലിച്ച് വീട്ടിൽ പോയിട്ട് പാപം ചെയ്യാലോ. ഒരു 10 മണി തൊട്ട് ഒരു 12 മണി വരെ പ്രാർത്ഥന യോഗത്തിലൊക്കെ പോയിരിക്കാം, വിശുദ്ധൻ എന്നുള്ള പേര് കിട്ടും. പിന്നെ വീട്ടിൽ പോയിട്ട് പാപം അല്ലെ, ഇവിടെ വന്ന് വലിയ ഹല്ലേലൂയ ബഹളം, വീട്ടിൽ പോയിട്ട് വായിക്കൂടെ വരുന്ന വാക്കുകളൊക്കെ ഏത് ലൗകികനും പറയുന്ന കാര്യം. അങ്ങനെയുള്ള കപടഭക്തന്മാരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല എന്നാണ് 66:18. അപ്പൊ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ കടന്നു വരുമ്പോൾ, അത് സഭയുടെ പ്രാർത്ഥനയാണേലും വീട്ടിലെ വ്യക്തിഗത പ്രാർത്ഥനയാണേലും, ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിൽ കരുതണം, പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ വിശുദ്ധിയോടെ കടന്നു വരണം. അത് സ്വന്തം കാര്യത്തിന്റെ പ്രാർത്ഥനയുടെ വിഷയത്തിൽ മാത്രമല്ല, മിഷൻ പ്രാർത്ഥനയാണേലും ദൈവം കേൾക്കത്തില്ല. കർത്താവ്, ഈ ജനമൊക്കെ രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിൽ വരണം, നല്ല പ്രാർത്ഥനയല്ലേ, അതും ദൈവം കേൾക്കത്തില്ല. ഹൃദയത്തിൽ അകൃത്യം കരുതുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. സദൃശ്യവാക്യത്തിലൊക്കെ ഒരുപാട് വാക്യങ്ങളുണ്ട്. കപടന്മാരുടെ ആരാധന, ദൈവത്തിന് വെറുപ്പ്, കള്ളത്തരം, ജീവിതത്തിൽ ഒരു നീതിയുമില്ലാതെ, ദൈവത്തോടൊരു പ്രതിബദ്ധതയില്ലാതെ, 24/7 നിങ്ങൾ ദൈവത്തിന്റെ ദാസനാണ്, യഹോവ ഭയത്തിൽ നടക്കുന്നവനാണ്, ദൈവമാണ് പ്രിയമെന്ന് പറഞ്ഞ് നടക്കാതെ ഞായറാഴ്ചയിൽ മാത്രം ഒതുക്കി കൂട്ടുന്ന നടനം വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളൊന്നും ദൈവം കേൾക്കത്തില്ല. അതിന് എത്ര ഇന്ത്യ രാജ്യം മുഴുവൻ രക്ഷിക്കപ്പെടണേ എന്നുള്ള പ്രാർത്ഥനയാണെ പോലും ദൈവം കേൾക്കത്തില്ല. അപ്പൊ പ്രാർത്ഥനയ്ക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മറന്നു പോകരുത്, വിശുദ്ധനായ ദൈവത്തിന്റെ അടുക്കലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ആ ദൈവം വിശുദ്ധിയുള്ളവരോടെ സംസർഗം വെച്ച് പുലർത്താറുള്ളൂ. അശുദ്ധമായതൊന്നും അവന്റെ സന്നിധിയിൽ കടക്കുകയില്ല, അവൻ അതുമായിട്ട് സംസർഗം പാലിക്കുകയില്ല. അപ്പൊ നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കണം, നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം എത്ര നേരുള്ളതും നെറിയുള്ളതും നല്ലതുമൊക്കെ ആണേലും ഹൃദയത്തിൽ അകൃത്യം കരുതുന്നുവെങ്കിൽ കർത്താവ് കേൾക്കയില്ല. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥനാ യോഗത്തിനൊക്കെ കടന്നു വരുമ്പോഴും ദിവസം രാവിലെ നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ വരുമ്പോൾ ഒന്നാമത് ചാടി കയറി അങ്ങ് കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു തുടങ്ങരുത്. എവിടെ തുടങ്ങണം? കർത്താവേ, നിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ ഞാൻ അയോഗ്യനാണ്. സ്വമേധ എന്റെ നീതിയിൽ എനിക്ക് നിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ പ്രാഗൽഭ്യമില്ല. എനിക്ക് വേണ്ടി ക്രൂശിച്ചൊരിഞ്ഞ കർത്താവിന്റെ രക്തത്തിനായിട്ട് സ്തോത്രം. ആ രക്തത്തിന്റെ മറവിലെ ഈ ദൈവമായിട്ട് സംസർഗത്തിന് കടന്നു വരാവുള്ളൂ. അത് എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് കടന്നു വരുമ്പോൾ ഒരു ശീലമാക്കണം. രക്തത്താൽ മാത്രം കടന്നു ചെല്ലുവാൻ കഴിയുന്ന എൻ്റെ അപ്പന്റെ സന്നിധിയാണ് ദൈവസന്നിധി. എപ്പോഴും രക്തത്താൽ കടന്നു വരണം. അപ്പോ ഉള്ളത്തിൽ ഒരു പാപക്കറയും കൂടാതെ സകല പാപങ്ങളുടെയും ആ മനസാക്ഷിയിൽ ആ പാപങ്ങളിൽ നിന്നുള്ളൊരു വിടുതൽ പ്രാപിച്ചു വേണം, പൂർണ്ണ സമാധാനം പ്രാപിച്ചു വേണം നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ. രണ്ടാമതായിട്ട് നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരുമ്പോൾ സങ്കീർത്തനം 62:8 സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു: ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ, നിങ്ങളുടെ ഹൃദയം അവന്റെ മുൻപിൽ പകരുവിൻ, ദൈവം നമുക്ക് സങ്കേതമാകുന്നു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഞാൻ പലപ്പോഴും ഇവിടെ വന്ന് പറഞ്ഞിട്ടുള്ളതാണ്, സാഹിത്യം വിളമ്പരുത്. പണ്ട് ആരാണ്ടോ പ്രാർത്ഥിച്ചതൊക്കെ കാണാൻ പഠിച്ചു വെച്ചിട്ട്, അല്ലെ, ചിലരുണ്ട് ഉറക്കത്തിൽ പോലും ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ആ ഉന്നതനും ഉയർന്നവനും എന്നൊക്കെ പറഞ്ഞങ്ങ് പോകും. ഇതിന്റെ ഒന്നും അർത്ഥവും അറിഞ്ഞൂടാ, ഇതൊക്കെ എന്തോ മന്ത്രമാണെന്ന് വിചാരിച്ചു വെച്ചിരിക്കുക. ദൈവത്തിന്റെ അടുക്ക് വരുമ്പോൾ കുറെ കാണാ പഠിച്ച ഫോർമുല പോലെ കാണാ പഠിച്ച കുറെ സാഹിത്യം വിളമ്പരുത്. പിന്നെ എന്തോ ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നേ? നിങ്ങളുടെ ഹൃദയം അവന്റെ മുൻപിൽ പകരുവിൻ. നമ്മൾ നമ്മുടെ ദൈവത്തിന്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വരുമ്പോ ജാതീയര് പ്രാർത്ഥിക്കാൻ വരുന്ന പോലെ എന്തൊക്കെയോ മന്ത്രവും കുതന്ത്രവും ഒക്കെ പറഞ്ഞാൽ പോരാ. വ്യർത്ഥമായ ജൽപ്പനങ്ങൾ പാടില്ലെന്ന് കർത്താവ് പഠിപ്പിച്ചു.
അർത്ഥമുള്ള വാക്കുകൾ കൊണ്ട് ദൈവം എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് നമ്മളൊരു സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ്. അല്ലെ, ഇപ്പൊ നിങ്ങൾ എന്നെ കണ്ടിട്ട് പാസ്റ്ററെ പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നെ എൻ്റെ അടുത്തൊന്നും എന്താ പറയും? ഓ, നല്ല ഉപദേഷ്ടാവും നല്ല പ്രസംഗകനുമായ എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറച്ചു നേരം ഒന്ന് പുകഴ്ത്തി സാഹിത്യമൊക്കെ പറഞ്ഞാണോ? കാര്യം അങ്ങ് പറയും, ഇത്രയേ ഉള്ളൂ. പാസ്റ്റർ ഇതാണ് പ്രശ്നം, പ്രാർത്ഥിക്കണം, ഇത്രയേ ഉള്ളൂ. അങ്ങനെ വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. ഈ സങ്കീർത്തനങ്ങൾ വായിച്ചാൽ നമ്മൾ ഉടനടി അവിടെ കാണുന്ന ഒരു കാര്യമാണ്, സങ്കീർത്തനക്കാരൻ ഈ പറഞ്ഞ പോലെ സാഹിത്യവും വിളമ്പിക്കൊണ്ടിരിക്കുകയല്ല, അവനവൻ്റെ ഉള്ളം തുറന്നു കാട്ടുന്നവനാണ്. ഉദാഹരണത്തിനായിട്ട് 31-ാം സങ്കീർത്തനത്തിലേക്ക് എല്ലാവർക്കും കടക്കാം. 31-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ 9-ാമത്തെ വാക്യം മുതലുള്ള ചില വാക്യങ്ങൾ ഞാൻ വായിക്കാം. ഒന്ന് ശ്രദ്ധിച്ചു കേട്ട് എങ്ങനെ എത്ര തുറന്ന ഉള്ളത്തോടെയാണ് സങ്കീർത്തനക്കാരൻ കടന്നു വരുന്നത് നോക്കിക്കേ. ഇവിടെ സാഹിത്യമൊന്നുമില്ല. യഹോവേ, എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ കഷ്ടത്തിലായിരിക്കുന്നു. തുറന്നൊക്കെ പറയാം, കഷ്ടത്തിലായിരിക്കുന്നു. വ്യസനം കൊണ്ട് എൻ്റെ കണ്ണും പ്രാണനും ഉദരവും ക്ഷയിച്ചിരിക്കുന്നു. എൻ്റെ ബാഹ്യമായ ശരീരം, എൻ്റെ അകത്തെ എൻ്റെ ഉദരം എന്ന് പറയും. ഉദരമൊക്കെ കാവ്യാത്മക ഭാഷയിൽ ആന്തരിക അവയവങ്ങളെ സൂചിപ്പിക്കണം. അപ്പൊ കണ്ണ്, എൻ്റെ പുറമേയുള്ള അവയവങ്ങളായാലും അകത്തെ അവയവമായാലും ഇനി എല്ലാം ഉള്ളിലായിരിക്കുന്ന എൻ്റെ പ്രാണനായാലും എല്ലാത്തിനെയും ബാധിച്ചിരിക്കുകയാണ് ഈ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന നിമിത്തമുള്ള അതിതീവ്ര ദുഃഖം. അതായത് ഒരു തലവേദന വന്നെന്നല്ല, ഈ ദുഃഖം കാരണം പുറമേ സുഖമില്ല, അകമേ സുഖമില്ല, ആത്മീകമായിട്ടും ഒരു സുഖമില്ല, എല്ലാം ക്ഷയിച്ചിരിക്കുന്നു. എൻ്റെ ആയുസ് ദുഃഖം കൊണ്ട്, എൻ്റെ സംവത്സരങ്ങൾ നെടുവീർപ്പും കൊണ്ട് കഴിഞ്ഞു പോയിരിക്കുന്നു. 2-3 ആഴ്ച നീണ്ടു നിന്നൊരു പ്രശ്നമല്ല, സംവത്സരങ്ങൾ ഇങ്ങനെ ഈ കഷ്ടതയുടെ നിഴലിൽ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനൊരു അറുതിയില്ലേ കർത്താവേ? എന്താ കാരണം? എൻ്റെ അകൃത്യം നിമിത്തം എൻ്റെ ബലം ക്ഷീണിച്ചും എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചും ഇരിക്കുന്നു. എന്തോ പാപമൊക്കെ ചെയ്തിട്ടാണ് ഈ സങ്കീർത്തനക്കാരൻ താഴ്മയോടെ പറയുന്നത്. കാരണം ഇതിന് തുടക്കവും വായിച്ചാലും അറിയാം. സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ തന്നെ ഉണ്ട്, നിന്റെ നീതി നിമിത്തം എന്നെ വിടുവിക്കണമേ. എനിക്ക് നീതിയൊന്നും പറയാനില്ല. അപ്പൊ ഇത് വലിയ ഭക്തൻ തികഞ്ഞവനൊന്നുമല്ല, പാപമൊക്കെ ചെയ്ത പ്രശ്നത്തിലൊക്കെ വീണുപോയി. അകൃത്യം നിമിത്തം എൻ്റെ ബലം ക്ഷീണിച്ചും എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചും ഇരിക്കുന്നു. അസ്ഥികൾ ക്ഷയിക്കുന്ന അവസ്ഥയൊക്കെ ഇവിടെ എത്ര പേർക്ക് അറിയാവുന്നോ? അല്ലെ, പണ്ട് ഞാൻ അമേരിക്കയിലായിരുന്നപ്പോൾ ആദ്യത്തെ ശീതകാലം, ഇവിടൊന്നും ശീതകാലമൊന്നുമില്ല. ഇവിടെ മഴ പെയ്യുമ്പോൾ തണുപ്പിടിക്കൊന്നുമില്ല. ശീതകാലം അല്ലേ, ഞാൻ ആയിരുന്നിടത്ത് -20 എല്ലാ വിന്റർ കാലം, ശീതകാലം. വർഷത്തിൻ്റെ ഒരു 4-5 മാസം നമ്മൾ -20 കിടക്കുന്നത്. അപ്പോൾ എനിക്ക് അവിടെ പോയപ്പോഴും മനസ്സിലായി, ഈ ശീതകാലത്ത് നമ്മൾ വേറെ തുണിയൊക്കെ വാങ്ങിച്ചിടണം. അല്ലാതെ സാധാരണ ഇവിടെ അങ്ങനല്ല. ഇവിടെ എല്ലാ വർഷത്തിൽ ഏത് മാസം വരെ തുണിയൊക്കെ തന്നെ ഇടാം. അവിടെ അങ്ങനല്ല. ഓരോ കാലത്തിനനുസരിച്ച് നമ്മൾ ഷർട്ടും പാൻറ്റും ഒക്കെ കരുതി വെക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ആ കാലത്തിൽ അനുഭവിക്കും. അപ്പൊ ആദ്യമായിട്ട് ശീതകാലം വന്നപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലത്തെ ശീതകാലത്തിന് പറ്റിയ തുണിയൊന്നും ഇല്ലായിരുന്നു. പുറത്തിറങ്ങിയപ്പോഴും മനസ്സിലായത് ഈ തണുപ്പെന്ന് പറഞ്ഞാൽ, ഇവിടെ മഴ എന്ന് പറഞ്ഞാൽ നമ്മുടെ തണുപ്പ് ഈ തൊലിപ്പുറത്താണ്. അവിടെ എന്ന് പറഞ്ഞാല് അസ്ഥിയിലാണ് ആ തണുപ്പ് പിടിക്കുന്നത്, നമ്മുടെ എല്ല് മരവിക്കും. അതുപോലൊരു വേദന ഈ പുള്ളി പറയുന്നത്, എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചിരിക്കുന്നു, എൻ്റെ സകല വൈരികളാലും ഞാൻ നിന്ദിതനായി തീർന്നു. ഇനി പുറത്തിറങ്ങി നടക്കാവോ? അതുമില്ല അല്ലെ, ആളുകളുടെ ഇടയിൽ ഒരു വിലയില്ല. എൻ്റെ അയൽക്കാർക്ക് ഞാൻ അതിനിന്ദിതൻ തന്നെ. ആളുകളെ നോക്കിയിട്ട് അയ്യേ എന്ന് പറയുന്ന ഒരു ആളായി മാറിയിരിക്കുന്നു. എൻ്റെ മുഖപരിചയക്കാർക്ക് ഞാൻ ഭയഹേതുവായി ഭവിച്ചു. ആളുകൾക്ക് മുഖത്ത് നോക്കാൻ പോലും ഇഷ്ടമില്ലാത്ത രീതിയിൽ ഞാൻ അരിഷ്ടനായി തീർന്നു. എന്നെ വെളിയിൽ കാണുന്നവർ എന്നെ വിട്ട് ഓടിപ്പോകുന്നു. അയ്യോ കണ്ട അയാൾ വരുന്നു കേട്ടോ, വീട്ടിൽ ഇപ്പോൾ അടച്ചു കൂട്ടിയിരിക്കാൻ. അങ്ങനെ ഒരു ശല്യമായി തീർന്നിരിക്കുന്നു. ഒരാൾക്കും വേണ്ടാത്തൊരു ശകുനം പോലെ മാറ്റി നിർത്തുന്നു അല്ലെ. 12-ാം വാക്യം നോക്കിയേ, മരിച്ചു പോയവനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു. നമ്മളൊന്നൊരു വ്യക്തി ഇല്ല, ഫോൺ വിളിയില്ല, അന്വേഷണമില്ല അല്ലെ. ഇങ്ങനെ ഒരാൾ മരിച്ചു, വല്ല ഓർമ്മയിലോ ചിന്തയിലോ വല്ലതും വന്നെങ്കിലായി, അല്ലാതെ നമ്മളെ കുറിച്ച് ഒരു ചിന്തയും ഇല്ലാതിരിക്കുന്നു. അങ്ങനെ തുടർന്ന് പല വാക്യങ്ങൾ വായിക്കാനാണെങ്കിൽ അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ചൂണ്ടിപ്പറയാൻ ആഗ്രഹിച്ചത്, നമ്മൾ ഈ സങ്കീർത്തനം പഠിക്കുകയല്ല, ചൂണ്ടിപ്പറയാൻ ആഗ്രഹിച്ചത് 62-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ പറഞ്ഞതുപോലെ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് ഹൃദയം പകരുക എന്ന് പറഞ്ഞാൽ ഇതാണ് പറയേണ്ടത്. എൻ്റെ ഉള്ളത്തിൽ ഞാൻ അനുഭവിക്കുന്ന വൈകാരികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അങ്ങ് പകരണം. അല്ലാതെ ഈ സാഹിത്യം വിളമ്പലല്ല പ്രാർത്ഥന.
അത് നമ്മൾ ഈ കൺവെൻഷൻ സ്റ്റേജിലൊക്കെ ഓരോരുത്തന്മാരെ കണ്ടുപഠിച്ചത് കൊണ്ടാണ് അങ്ങനെ തെറ്റിപ്പോയത്. അതല്ല പ്രാർത്ഥന. അതിലെ ഒരു ഭൂരിപക്ഷം പ്രാർത്ഥനയും ദൈവം കേൾക്കത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ പ്രാർത്ഥിക്കുന്ന ബോളം വെക്കുന്ന പാസ്റ്റർമാരുടെയൊക്കെ ജീവിതത്തിൽ നമുക്കറിയാം ഹൃദയത്തിൽ അകൃത്യമൊക്കെ ഉണ്ട്. അവരുടെ ഒന്നും പ്രാർത്ഥന എത്ര പ്രാസം വെച്ച് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കാൻ പോകുന്നില്ല. ഹൃദയം പകരണം. നമ്മളൊക്കെ ഹൃദയം പകരാൻ കടന്നു വന്നിരിക്കുകയാണോ? നിങ്ങളുടെ വ്യക്തിപരമായ പ്രയാസമായാലും മിഷൻ വിഷയത്തിന് ഹൃദയം പകരുന്നുണ്ടോ? ഈ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ ഹൃദയമൊക്കെ പകർന്ന് ഇങ്ങനെ കരഞ്ഞങ്ങ് പോവുകയാണോ? അല്ല. ഹൃദയം പകരുക എന്ന് പറയുമ്പോൾ ഹൃദയത്തിലെ ഈ അഭിമുഖീകരിക്കുന്ന പ്രയാസം നിമിത്തമുള്ള വൈകാരികത ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് പകരുന്നതിനോടൊപ്പം തന്നെ ദൈവത്തിലുള്ള പ്രത്യാശയും നമ്മൾ ഏറ്റുപറയണം. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴേ ആത്മാർത്ഥമായ പ്രാർത്ഥന, ഹൃദയം പകരുന്ന പ്രാർത്ഥനയായിട്ട് മാറത്തുള്ളൂ. ദൈവമേ, ഞാനിപ്പോൾ കടന്നു പോകുന്ന സത്യാവസ്ഥ ഇതാണ്, എന്നെ ആർക്കും വേണ്ട, എനിക്ക് ഇത് നടക്കുന്നില്ല, എനിക്ക് ഭയങ്കര വേദനിക്കുന്നു, ഇതെല്ലാം തുറന്നു പറയണം. രണ്ടാമത് അവിടെ വെച്ചങ്ങ് നിർത്തരുത്. അത് വെറും പരിതാപം പറച്ചിലായി പോകും. ചിലരുടെയൊക്കെ വാട്സാപ്പ് സ്റ്റാറ്റസ് എന്നെ ആരും ഇല്ലേ, നോക്കാനില്ലേ എന്ന് പറയുന്നത്. അതിനാ കൂട്ടത്തിൽ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ എന്തുകൂടെ പറയണം? കർത്താവ്, നിന്നിൽ എനിക്ക് പ്രത്യാശയുണ്ട്. 17 മുതലുള്ള വാക്യങ്ങൾ ഇതേ പുള്ളി തന്നെ എഴുതിയതാ. ഇതേ സങ്കീർത്തനം 17 മുതൽ. യഹോവേ, നിന്നെ വിളിച്ചപേക്ഷിച്ചിരിക്ക കൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകരുതേ. അപ്പൊ കണ്ടോ, ഇത്രയൊക്കെ ആയിട്ട് ഞാൻ നിന്നിൽ വിശ്വസിച്ച് കാത്തിരിക്കുക, അല്ലേ? 19, നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുകയും നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു. കർത്താവ്, ഇവരൊക്കെ എന്നെ നോക്കിയിട്ട് കാണാൻ കൊള്ളത്തില്ല, അയ്യോ ഇവന് ദാണ്ട ശകുനം വരുന്നു എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുന്നു. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നു, നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ ഉള്ളിൽ കരുതി വെച്ചിരിക്കുന്ന, നീ പ്രവർത്തിക്കുന്ന നിന്റെ നന്മ എത്ര വലിയതാകുന്നു. നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ച് നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കും. നീ അവരെ നാവുകളുടെ വക്കാണത്തിൽ നിന്ന് രക്ഷിച്ച് ഒരു കൂടാരത്തിനകത്ത് ഒളിപ്പിക്കും. യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ ഉറപ്പുള്ള പട്ടണത്തിൽ തന്റെ ദയ എനിക്ക് അത്ഭുതമായി കാണിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് ഛേദിക്കപ്പെട്ടു പോയെന്ന് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. എങ്കിലും ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ എൻ്റെ യാചനയുടെ ശബ്ദം നീ കേട്ടു. യഹോവയുടെ സകല വിശുദ്ധന്മാരുമായുള്ളവരെ, അവനെ സ്നേഹിപ്പീൻ. യഹോവ വിശ്വസ്തന്മാരെ കാക്കുന്നു, അഹങ്കാരം പ്രവർത്തിക്കുന്നവന് ധാരാളം പകരം കൊടുക്കുന്നു. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ, ധൈര്യപ്പെട്ടിരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഈ നേരത്തെ പറഞ്ഞ സങ്കീർത്തനക്കാരൻ തന്നെ ഇതും പറഞ്ഞിരിക്കുന്നു. അപ്പോ കർത്താവേ, പ്രയാസമാണ്, മരിച്ചതുപോലെ എന്നെ ആളുകൾ മറന്നിരിക്കുന്നു, എൻ്റെ കണ്ണും എൻ്റെ പ്രാണനും എൻ്റെ ഉദരവും എല്ലാം ക്ഷയിച്ചിരിക്കുന്നു, എൻ്റെ അസ്ഥി പോലും ക്ഷയിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അതേ സങ്കീർത്തനക്കാരൻ ആ പ്രാർത്ഥന കൂടുതൽ പറയുകയാണ്. പക്ഷേ ഞാൻ നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നു, നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. കാരണം നിനക്കൊരു പദ്ധതിയുണ്ട്, നീ വിശ്വസ്തനാണ്, നിന്നിൽ പ്രത്യാശ വെക്കുന്നവർക്കെല്ലാം ധൈര്യത്തോടെ ഉറച്ചിരിക്കുവാൻ കഴിയും. ഇത് രണ്ടും ഉള്ളത്തിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ പകരുമ്പോഴാണ് പ്രാർത്ഥനയാവും, അല്ലേ? അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയ വിശുദ്ധി വേണം. ഒന്നാമതായിട്ട് കണ്ടു, പാപം ഉള്ളിൽ വെച്ച് താലോലിച്ച് നമ്മൾ പ്രാർത്ഥിക്കല്. രണ്ടാമതായിട്ട് ഹൃദയം ആത്മാർത്ഥമായിട്ട് പകരണം. അല്ലാതെ സാഹിത്യം വിളമ്പലല്ല പ്രാർത്ഥന, ഹൃദയം പകർച്ചയാണ്. നിങ്ങൾക്ക് നല്ല ഭാഷാപരമൊക്കെ ഉണ്ട്, നന്നായിട്ട് ഭാഷയൊക്കെ പറയാൻ പറ്റുന്നുണ്ട്, ഹൃദയം പകരുമ്പോൾ ഭാഷ കയറി വരുന്നെങ്കിൽ നല്ല കാര്യം. അല്ലാതെ ചുമ്മാ ഈ ആദരത്തിലെ വലിയ വാക്ചാതുര്യം കാണിച്ചിട്ടൊരു കാര്യമില്ല. ഹൃദയം പകരണം. എന്താ ഹൃദയത്തിൽ നിന്ന് പകരണ്ടേ? നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നത്തിലെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്തത് കൊണ്ടുള്ള എല്ലാ വൈകാരിക സമ്മർദ്ദങ്ങളും ദൈവസന്നിധിയിൽ പകരുക. അതിനോടൊപ്പം അവനിലുള്ള പ്രത്യാശയും ഏറ്റുപറയുക. അവൻ വാഴ്ത്തപ്പെട്ടവൻ, അവൻ കരുതും, അവൻ വിശ്വസ്തൻ, അവനിൽ പ്രത്യാശ വെക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല. അപ്പൊ എങ്ങനെ പ്രാർത്ഥിക്കണ്ടേ? ഹൃദയവിശുദ്ധിയോടെ, ഹൃദയത്തിലെ സത്യസന്ധത, ആത്മാർത്ഥതയോടെ. മൂന്നാമത് വളരെ കാതലായ ഒരു വിഷയമാണ്, പ്രാർത്ഥിക്കുമ്പോൾ ദൈവ കേന്ദ്രീകൃതമായിരിക്കണം പ്രാർത്ഥന. അത് മനസ്സിലാക്കണമെങ്കിൽ 66-ാം സങ്കീർത്തനത്തിലേക്ക് വീണ്ടും നമുക്ക് ശ്രദ്ധ തിരിക്കാം. നമ്മൾ വായിച്ച 66-ാം സങ്കീർത്തനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. 66-ഉം 67-ലെയും 1-2 വാക്യങ്ങൾ ചൂണ്ടിക്കാണിക്കട്ടെ. 66-ാം സങ്കീർത്തനം തുടങ്ങുന്ന നോക്കിക്കേ. സർവഭൂമിയായുമുള്ളവേ, ദൈവത്തിന് ഘോഷിപ്പീൻ, അവന്റെ നാമത്തിന്റെ മഹത്വം കീർത്തിപ്പീൻ, അവന്റെ സ്തുതി മഹത്വീകരിപ്പീൻ.
നിന്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരം! നിന്റെ ശക്തിയുടെ വലിപ്പത്താൽ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും. സർവഭൂമിയും നിന്നെ നമസ്കരിച്ച് പാടും. അവർ നിന്റെ നാമത്തിന് കീർത്തനം പാടും എന്നിങ്ങനെ ദൈവത്തോട് പറവീൻ. വന്ന് ദൈവത്തിന്റെ പ്രവൃത്തികളെ നോക്കുവിൻ. അവൻ മനുഷ്യപുത്രന്മാരോടുള്ള തന്റെ പ്രവൃത്തിയിൽ ഭയങ്കരൻ. 67 കൂടെ നോക്കിക്കേ. 67 സങ്കീർത്തനം 1-ാമത്തെ വാക്യം. ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലെ? ദൈവം നമ്മോട് കൃപയാൽ, അല്ലാതെ പ്രതിഫലമല്ല, കൃപയാൽ കനിവ് തോന്നി ദയ തോന്നി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ തന്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിക്കുമാറാകട്ടെ. ഓ സ്തോത്രം! പക്ഷെ അവിടെ വെച്ച് തീരുന്നില്ല. നിന്റെ വഴി ഭൂമിയിലും നിന്റെ രക്ഷ സകല ജാതികളുടെ ഇടയിലും അറിയേണ്ടതിനു തന്നെ. ആ തന്നെ ഭയങ്കര അർത്ഥമുള്ളതാണ്. എന്തിനാ ദൈവം നമ്മെ അനുഗ്രഹിക്കേണ്ടേ? എന്തിനാ ദൈവം തന്റെ മുഖപ്രകാശം നമുക്ക് നൽകേണ്ടേ? 2-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഈ നിന്റെ വഴി ഭൂമിയിലും നിന്റെ രക്ഷ സകല ജാതികളുടെ ഇടയിലും അറിയേണ്ടതിന് എന്നെ അനുഗ്രഹിക്കണമേ. അതുകൊണ്ടാണ് 66-ാം സങ്കീർത്തനം തുടങ്ങി എങ്ങനെയാണ്? സകല ഭൂമിയിലുള്ളവരും വന്ന് ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട് അവനെ മഹത്വീകരിക്കട്ടെ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആദ്യം വായിച്ചത്, എന്റെ സാക്ഷ്യം പറഞ്ഞു തരാം, ഞാൻ ഹൃദയത്തിൽ അകൃത്യം വെച്ച് പൊറുപ്പിക്കാത്തതുകൊണ്ട് എന്റെ പ്രാർത്ഥന കേട്ടു. അതൊക്കെ പിന്നീടാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത്, കർത്താവേ നിന്റെ നാമം മഹത്വീകരിക്കപ്പെടണം, സകല ജാതികളും നീ എത്ര വലിയവനാണെന്ന് അറിയണം. അതിന് എന്റെ ജീവിതത്തിൽ ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒരു മുഖാന്തരമാക്കണമേ. അപ്പൊ പ്രാർത്ഥന ആത്യന്തികമായിട്ടും ദൈവത്തിന് മഹത്വം ഉളവാക്കാനുള്ളതായിരിക്കണം. അല്ലാതെ നമ്മുടെ നേരത്തെ വർഷിപ്പ് ലീഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോ ജോലി പറഞ്ഞ പോലെ നമുക്ക് മഹത്വം എടുക്കാനും നമുക്ക് പുകഴ്ചെടുക്കാനും ഒന്നും അല്ല, അല്ലെ? അപ്പൊ എന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം കടന്നു വന്നിരിക്കുന്നു, ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് അതിന്റെ ഉത്തരം കിട്ടുന്നു. എന്തിനു വേണ്ടി? എനിക്കാളാവാനല്ല. ദൈവമേ നിന്റെ വഴി ഭൂമിയിലും നിന്റെ രക്ഷ സകല ജാതികളുടെ ഇടയിലും അറിയേണ്ടതിന് തന്നെ. ദൈവമേ ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികളും നിന്നെ സ്തുതിക്കും. അങ്ങനൊക്കെ പറഞ്ഞ അവസാനം 7-ാമത്തെ വാക്യം 67-7, ദൈവം നമ്മെ അനുഗ്രഹിക്കും, ഭൂമിയുടെ അറുതികളൊക്കെയും അവനെ ഭയപ്പെടും. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ പ്രാർത്ഥനകൾ, അനുഗ്രഹങ്ങൾ ഒരു വശത്ത്, മറുവശത്ത് ഈ പറഞ്ഞ പോലെ മിഷൻ, സുവിശേഷീകരണം, ലോകം മുഴുവൻ ദൈവത്തെ അറിയണം. ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം എന്തോ ബന്ധം? കർത്താവ് എന്റെ ജീവിതത്തിൽ നീ ചെയ്യുന്ന സകല പ്രവൃത്തിയും നിന്റെ മഹത്വത്തിന് നീ വെളിപ്പെടുത്തണം. ആ മഹത്വം കണ്ട് നിന്റെ രാജ്യം വളരണം. കണ്ടോ? അത് രണ്ടും കൂടെ ചേർന്ന് പോകുന്നതാണ്. അപ്പോ സ്വാർത്ഥ താല്പര്യത്തിലല്ല നമ്മൾ നമ്മുടെ വിഷയങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം. കർത്താവേ നിന്റെ നാമ മഹത്വത്തിനായിട്ട് എന്റെ ജീവിതത്തിൽ ഈ വിഷയത്തിൽ തിരുഹിതം നീ ചെയ്യണമേ. ഇതാണ് പ്രാർത്ഥന. ഇന്ന് പലയിടത്തും പഠിപ്പിക്കുന്ന പ്രാർത്ഥന എങ്ങനെയാണെന്നറിയാവോ? എനിക്കൊരാവശ്യമുണ്ട്, എനിക്കൊരു ഉദ്ദേശമുണ്ട്, എനിക്കതെങ്ങനെ പരിഹരിക്കണമെന്നൊരു പ്ലാനും ഉണ്ട്, ദൈവം എല്ലാം ചെയ്തു തന്നോ. വീട്ടിലെ വേലക്കാരനോട് പറയുന്ന പോലെ എൻ്റെ പ്ലാൻ നീ പൂരിപ്പിച്ചു തരണം, അല്ലേ? ഞാൻ തന്നെ പദ്ധതി ഇട്ടിട്ടുണ്ട്, ഞാൻ തന്നെ അതിന്റെ ഉദ്ദേശവും തീരുമാനിച്ചിട്ടുണ്ട്, പിന്നെ ചെയ്തെടുക്കാൻ ഒരു വേലക്കാരനായിട്ട് നീ ഇങ്ങ് പോരെ. അതല്ല പ്രാർത്ഥന. എങ്ങനെ അറിയാം? യേശുക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന. എന്തോ ആ പ്രാർത്ഥന? നമ്മൾ ഇനി പ്രാർത്ഥന ചൊല്ലാത്തവരാണെന്ന് അറിഞ്ഞൂടാ, അല്ലേ? സ്വർഗസ്ഥനായ പിതാവേ ഞങ്ങൾക്ക് ഇന്ന് വേണ്ടതല്ലെങ്കിൽ തരണേ എന്നാണോ പ്രാർത്ഥിച്ചു തുടങ്ങുന്നത്? അല്ല. നിന്റെ നാമം, അത് ചുമ്മാ നമ്മളൊക്കെ പ്രാർത്ഥിക്കും ഹാലലുയ എന്ന് പറയുന്ന പോലെ ചുമ്മാ ഒരു ഫില്ലറാണോ? ചില പ്രശ്നങ്ങളുണ്ട്, ഒന്നും പറയാറുണ്ട്, പിന്നെ ഹാലലുയ ഹാലലുയ പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലേ? അങ്ങനെ പറഞ്ഞതാണോ കർത്താവ്? നിന്റെ നാമം തുടങ്ങുമല്ലേ, പ്രാർത്ഥന തുടങ്ങുമ്പോൾ ഒരു നല്ലൊരു വാചകം വേണം, ഒരു സാഹിത്യം, നിന്റെ നാമം വിശദീകരിക്കപ്പെടട്ടെ. അല്ല, ഇനി താഴെ പറയാൻ പോകുന്ന എല്ലാ പ്രാർത്ഥനയും നീ ഉത്തരം പറയണം. കാരണം നിന്റെ നാമം വാഴ്ത്തപ്പെടണം. അതിനു വേണ്ടിയിട്ടാണ് ഈ താഴോട്ടെല്ലാം പറയുന്നത്. താഴോട്ട് പറയുന്ന എല്ലാം നിന്റെ ഹിതം നടക്കണം, നിന്റെ രാജ്യം വരണം, അപ്പം തരണം, ഞങ്ങളെ പാപത്തിൽ നിന്ന് വിടുവിക്കണം. എല്ലാം ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, നീ യോഗ്യനാണെന്ന് ലോകം മുഴുവൻ അറിയണം. സകല പുകഴ്ചയ്ക്കും പെരുമയ്ക്കും സ്തുതിക്കും സ്തോത്രത്തിനും ആരാധനയ്ക്കും വാഴ്ത്തപ്പെടുവാൻ യോഗ്യനായവൻ നീ മാത്രമാണെന്ന് ഈ ലോകം അറിയണം. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ പ്രാർത്ഥനയ്ക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ഉദ്ദേശം എന്തായിരിക്കണം?
ദൈവമേ, നിന്റെ നാമം, നീ എത്ര വലിയവനാണെന്ന് എനിക്കൊന്ന് രുചിച്ചറിയുവാൻ നീ ഭാഗ്യം തന്നു. നീ ഭയങ്കരനാണ്, നീ ഉന്നതനാണ്, വലിയവനാണ്, വിശ്വസ്തനാണ്, നല്ലവനാണ്, നേരുള്ളവനാണ്. നിന്നെ പോലെ വിശുദ്ധൻ വേറെ ആരുമില്ല, നിന്നെ പോലെ സൗന്ദര്യമുള്ളവൻ വേറെ ആരുമില്ല. ഈ ലോകം നിന്നെ അറിയുന്നില്ല. എന്റെ ജീവിതത്തിലൂടെ അതൊന്ന് അറിയിക്കണേ കർത്താവേ. അതിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയവും, നാളെ അപ്പം തരണമേ, മറ്റന്നാ പിള്ളേരുടെ പരീക്ഷയാണ്, 2 വർഷം കഴിഞ്ഞ് മോളെ കെട്ടിക്കണേ, തൊട്ട് ഇന്ത്യ രാജ്യം സുവിശേഷീകരിക്കപ്പെടണമേ, എല്ലാ പ്രാർത്ഥനയ്ക്കും ആത്യന്തികമായ അടിസ്ഥാന ഉദ്ദേശം, ദൈവമേ നിന്റെ മഹത്വം ഈ ലോകം അറിയണം. അതാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, നിന്റെ വഴി മുഴുവൻ ഈ ലോകം അറിയണം, സകല ജാതികളും നിന്നെ സ്തുതിക്കണം. നമുക്ക് ഇങ്ങനൊരു ആഗ്രഹമുണ്ടോ? അല്ലെ? ഇവിടെ കിടക്കുന്ന ഒഴിഞ്ഞ കസേരകൾ നോക്കിയാൽ അറിയാം നമ്മുടെ നാട്ടിൽ എത്ര പേർക്കുണ്ട് ഈ ആഗ്രഹം. ഇന്നിപ്പോ നമ്മളൊരു പോസ്റ്റർ അടിച്ചിറക്കിയിരുന്നെങ്കിൽ, ഒരു പ്രവാചകൻ വരുന്നുണ്ട്, ഫാസ്റ്റിംഗ് പ്രയർ എന്ന് പറഞ്ഞിരുന്ന ഇവിടെ ഇരിക്കാൻ പറ്റുമായിരുന്നോ? ഈ നാട്ടിലുള്ള എല്ലാം ഇങ്ങ് പോകുന്നതന്നെ. ഇത് മിഷൻ പ്രയർ എന്ന് വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ചോണ്ട് ഇത്രയും പേരേ ഉള്ളൂ. അതൊന്നും മിഷനൊക്കെ ആർക്ക്? വല്ല സുവിശേഷകനോ മിഷനറിക്കോ പോട്ടെ. എന്റെ കൊച്ചിന്റെ കടബാധ്യത മാറുമെന്ന് പറഞ്ഞൊരു പ്രവാചകൻ വരും എന്ന് പറഞ്ഞ ഇപ്പൊ ചാടി ഓടി വന്നേനെ. അതാ ഞാൻ പറഞ്ഞു, 67-ന്റെ 1-ാം വാക്യം മതി. മുഖപ്രസാദം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ 67-ന്റെ 2-ൽ പറഞ്ഞിരിക്കുന്ന തന്നെ നമുക്കില്ല. നിന്റെ വഴി ലോകം അറിഞ്ഞു നിന്നെ സ്തുതിക്കുവാൻ തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഒരു അനുഗ്രഹത്തിന്റെ ദൈവശാസ്ത്രം നമുക്കുണ്ടോ? എല്ലാ അനുഗ്രഹവും നിന്റെ നാമം മഹത്വപ്പെടുമെങ്കിൽ മാത്രം തന്നാൽ മതി. ഇല്ലേ, അനുഗ്രഹം വേണ്ട എന്ന് നമ്മൾ പറയൂ. അങ്ങനെ എനിക്കൊരു അനുഗ്രഹം വേണ്ട, നിന്റെ നാമം മഹത്വപ്പെടുകയില്ലെങ്കിൽ എനിക്ക് അനുഗ്രഹം വേണ്ട എന്ന് പറയുന്നുണ്ടോ? അതാണ് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന. 1-ാമത്തെ പ്രാർത്ഥന, അപ്പവും വേണ്ട, ദൈവരാജ്യവും വേണ്ട, നിന്റെ ഹിതവും ഒക്കെ വേണ്ട. എനിക്ക് 1-ാമതായിട്ട് വേണ്ടത് നിന്റെ നാമം വാഴ്ത്തപ്പെടണം. അതിനുള്ള ഉപാധി, അതിനുള്ള മാർഗമാണ് നിന്റെ രാജ്യം കടന്നു വരണം. എന്താ ഈ രാജ്യം? നിന്റെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ചെയ്യുന്നവരുടെ രാജ്യം. അല്ലാതെ ചുമ്മാ സ്നാനപ്പെട്ടു, എങ്ങനെ കുറെ പെട്ടു എന്ന് പറയുന്നവരുടെ രാജ്യമല്ല. സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഹിതം ചെയ്യുന്നവർ. അതുകൊണ്ടാണ് മത്തായി 7 കർത്താവ് പറഞ്ഞു, എന്നെ കർത്താവേ കർത്താവേ എന്നൊന്നും പറഞ്ഞ് ക്രിസ്തീയ മലയാളം പഠിച്ചിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ പറഞ്ഞ് വൻ വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവരെ പോലും ഞാൻ അവസാനം പറയും, നിങ്ങൾ ആരാ എനിക്ക് അറിഞ്ഞുകൂടാ, അധർമ്മം പ്രവർത്തിക്കുന്നവരെ കടന്നു പോകും. എന്നെ കർത്താവേ കർത്താവേ എന്നൊന്നും വിളിച്ചിട്ട് കാര്യമില്ല. എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഹിതം ചെയ്യണം. അങ്ങനെയുള്ളവരുടെ രാജ്യമാണ് ദൈവരാജ്യം. അത് വളരണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ്? നിന്റെ നാമം മഹത്വപ്പെടണം, എന്റെ നാമം മഹത്വപ്പെടണം കർത്താവേ. അപ്പോ കർത്താവിന്റെ പ്രാർത്ഥന മനസ്സിൽ വെക്കണം. അപ്പൊ 3 കാര്യങ്ങൾ നമ്മൾ കണ്ടല്ലേ. നമ്മൾ മുടക്കമില്ലാതെ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞു. സങ്കീർത്തനങ്ങളിൽ 3 കാര്യം കണ്ടു. പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ഹൃദയവിശുദ്ധിയോടെ കടന്നു വരണം, പാപക്കറകളോടെ കടന്നു വരരുത്. പാപം വെച്ച് താലോലിച്ചുകൊണ്ട് കപട പ്രാർത്ഥന ദൈവത്തിന് വെറുപ്പാണ്. അതുകൊണ്ട് എപ്പോഴും രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് നിഷ്കളങ്കതയോടെ നിർമ്മലതയോടെ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ കടന്നു വരണം. 2-ാമതായിട്ട് കണ്ടു, ആത്മാർത്ഥതയോടെ ഹൃദയം പകരുന്ന പ്രാർത്ഥനയായിരിക്കും. നമ്മുടെ എല്ലാ വൈകാരികതയും, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ സുഹൃത്തിനോട് നമ്മൾ പങ്കുവെക്കുന്നത് പോലെ, അപ്പനോട് പറയുന്നത് പോലെ സാഹിത്യമൊക്കെ മാറ്റിവെച്ച് ഹൃദയം തുറന്ന് അവനോട് പറയണം. അതോടൊപ്പം തന്നെ അവനിലുള്ള പ്രത്യാശയും ഏറ്റു പറയണം. 3-ാമതായിട്ട് ഏക ലക്ഷ്യവും ഉദ്ദേശവും മാത്രം, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണം. പണ്ടാരോട് പറഞ്ഞിട്ടുണ്ട്, ശരിയായ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിലെ ഹിതം ഭൂമിയിൽ സംഭവിക്കുവാനുള്ള ഒരു മുഖാന്തരമാണ്. അല്ലാതെ ഭൂമിയിലെ ഹിതം സ്വർഗത്തിൽ അടിച്ചേൽപ്പിക്കുന്നതല്ല പ്രാർത്ഥന. ഇന്ന് ഒരുപാട് അങ്ങനത്തെ ഉപവാസ പ്രാർത്ഥനകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇങ്ങ് പോരെ, നിങ്ങളുടെ ഇഷ്ടങ്ങളെല്ലാം ദൈവത്തിന്റെ തലയിൽ വെച്ച് അടിച്ചു തരാം. അതിനുള്ള അഭിഷക്ത ദാസന്മാർ കടന്നു വന്നിട്ടുണ്ട്. അങ്ങനത്തെ അഭിഷക്തന്മാരൊന്നും നമുക്ക് വേണ്ട, അല്ലെ? ദൈവത്തിന്റെ ഹിതം ഭൂമിയിൽ നടക്കണം, അല്ലാതെ നമ്മുടെ ഹിതം ദൈവം ഏറ്റെടുക്കണമെന്നല്ല. അതാണ് ശരിയായ താഴ്മയുള്ള വിധേയപ്പെട്ടുള്ള ദൈവമക്കളുടെ പ്രാർത്ഥന. ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം പറഞ്ഞ് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്, ഏത് പ്രാർത്ഥനയായിക്കൊള്ളട്ടെ, ദൈവഹിതപ്രകാരമുള്ള ഒരു പ്രാർത്ഥനയാണെങ്കിൽ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു പാപം നിങ്ങൾ ജയിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചോ നിങ്ങളുടെ വ്യക്തിപരമായോ ദൈവം പറഞ്ഞൊരു പദ്ധതിയുടെ പൂർത്തീകരണത്തിനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, അല്ല ഒരു ശുശ്രൂഷയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നതല്ല, ഇന്ന് നമ്മൾ കടന്നു വന്നിരിക്കുന്ന പോലെ സുവിശേഷീകരണത്തിനായിട്ടും മിഷനായിട്ടൊക്കെ, ഏത് വിഷയമായിക്കൊള്ളട്ടെ, ദൈവഹിതപ്രകാരമുള്ളൊരു പ്രാർത്ഥനയാണെങ്കിൽ അതിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രാർത്ഥനാ വിഷയം
അസാധ്യമായിരിക്കും. അല്ലേ? ഒരു പാപം അതിജീവിക്കണം. അതാ നമുക്ക് ഒരിക്കലും പറ്റാത്തൊരു പാപമായിരിക്കും. ദൈവഹിതപ്രകാരം ഒരു വെല്ലുവിളിയായിരിക്കും. അല്ലേ? നിങ്ങളുടെ മക്കളുടെ കാര്യമോ നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യമോ സഭയുടെ കാര്യമോ ശുശ്രൂഷയുടെ കാര്യമോ ദൈവം പറയുന്ന ഒരു കാര്യം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, അയ്യോ ഇത് മാനുഷികമായിട്ട് അസാധ്യമാണ്. അതുകൊണ്ടാണ് അതിന് ഉത്തരം കടന്നു വരുമ്പോൾ മഹത്വം ആർക്ക് പോകുന്നത്? ദൈവത്തിന് പോകുന്നത്. അല്ലേ? സാധ്യമാവുന്ന ഒരു കാര്യം ഞാൻ ചുമ്മാ പേരിന് പ്രാർത്ഥിച്ച് ഞാൻ തന്നെ ചെയ്താൽ പിന്നെ മഹത്വമൊക്കെ എനിക്കും തരണം. ഇത് സാധ്യമല്ലാത്ത അസാധ്യമായ ഒരു കാര്യം നമ്മൾ പ്രാർത്ഥിച്ച് അതിന് ദൈവം ഉത്തരം നൽകുമ്പോഴാണ് മഹത്വം ദൈവത്തിന് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അവസാനമായിട്ട് ഈ അസാധ്യതകളുടെ മുന്നിൽ നമ്മൾ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഏറ്റെടുക്കുവാനായിട്ട് നിങ്ങളുടെ ഒരു പ്രചോദനത്തിനായിട്ട്, അത് പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ഏത് വിഷയം പ്രാർത്ഥിക്കട്ടെ, വ്യക്തിപരമായ വിഷയമോ മിഷൻ ഇന്ത്യയുടെ സുവിശേഷീകരണം അസാധ്യമാണ്, അല്ലേ? അങ്ങനെ ഏത് വിഷയമായാലും അതിന് നമുക്ക് ധൈര്യം പകരുന്ന ഒരു വാക്യം വായിച്ചിട്ട് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. 17-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാമത്തെ വാക്യം. എല്ലാവരും ദയവ് ഇത് എടുത്ത് വായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 17-ാം സങ്കീർത്തനം 7-ാം വാക്യം. നിന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് നിന്റെ വലങ്കയ്യാൽ രക്ഷിക്കുന്നവനായുള്ളവേ. വാക്യം തുടങ്ങി ഇതുവരെ ദൈവമേ എന്ന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ആ ദൈവത്തിന്റെ വിശേഷണം കേട്ടോ. നിന്നെ ശരണമാക്കുന്നവരെ അവരുടെ എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് വലങ്കയ്യാൽ രക്ഷിക്കുന്നവനായുള്ളവേ, നിന്റെ അത്ഭുതകാരുണ്യം കാണിക്കണമേ. പ്രാർത്ഥനയുടെ ഉത്തരം എങ്ങനെ വരുന്നത്? അത്ഭുതകാരുണ്യം. ആ വാക്ക് കേട്ടോ, സാധാ കാരുണ്യമല്ല, അത്ഭുതകാരുണ്യം. ഇപ്പം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, ദൈവം പറഞ്ഞിട്ട് ദൈവഹിത പ്രകാരമുള്ള എല്ലാ പ്രാർത്ഥനകളിലും നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഒരു അത്ഭുതത്തിന് വേണ്ടിയിട്ടാണ്, ഒരു അത്ഭുത കാരുണ്യത്തിന് വേണ്ടിയിട്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, വിശുദ്ധിയുടെ വിഷയത്തിൽ ഒരു പാപത്തെ അതിജീവിക്കാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, അത്ഭുതമാണ് സംഭവിക്കേണ്ടത്. ഒരുത്തം വിശുദ്ധനാകുക എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതമാണ്. നമ്മളെപ്പോലത്തെ പാവികൾ വിശുദ്ധനാകുക എന്ന് പറഞ്ഞൊരു അത്ഭുതമാണ്. അത്ഭുതകാരുണ്യം തരണമേ. നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച്, നിങ്ങളുടെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള പദ്ധതികൾ, ഇത് എടുത്തെടുത്ത് പറയുകയാണ്, നമ്മുടെ തോന്നിവാസമല്ല, നമ്മുടെ ഹിതപ്രകാരമുള്ള പദ്ധതികൾ നിറവേറി ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മൾ മുന്നേറുന്നു. അത്ഭുതമാണത്. അതൊരു അത്ഭുതമാണ്. അത് സ്വമേധ സംഭവിക്കുന്നതല്ല, ഒരു അത്ഭുതമാണ്. ഇന്ത്യയുടെ സുവിശേഷീകരണം അത്ഭുതമാണത്. ഏത് വിഷയമായിക്കൊള്ളട്ടെ, ദൈവമേ നിന്റെ അത്ഭുത കാരുണ്യം തരണമേ. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ വിശേഷണം കേട്ടോ, തന്നെ ശരണമാക്കുന്നവരെ എല്ലാ എതിരാളികളിൽ നിന്നും വിടുവിക്കുന്നവനാണ് അവൻ. അല്ലെ? അപ്പൊ എത്ര എതിർപ്പ് നമ്മൾ അഭിമുഖീകരിക്കുകയാണേലും, എത്ര അസാധ്യമായൊരു വിഷയമായാലും അത്ഭുതകാരുണ്യം തന്ന് നമ്മളെ പരിപാലിക്കാൻ മതിയായവനാണ് ഈ കർത്താവ്. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ, അവനെ ശരണം പ്രാപിക്കണം. അതാണ് ആദ്യം പറഞ്ഞത്. ഹൃദയത്തിൽ ചരിവുണ്ടോ? എപ്പോഴും പ്രാർത്ഥിക്കാൻ നമുക്ക് യോഗമില്ല. എപ്പോഴും പ്രാർത്ഥിക്കാൻ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും? ഇതുപോലെ അല്ലേ? ഹൃദയത്തിൽ ഈ ചരിവുണ്ടായിരിക്കണം. യഹോവയിൽ പൂർണ്ണമായിട്ട് ചാരണം. ഈ ശരണം പ്രാപിക്കൽ കടന്നു വരണം. അപ്പോൾ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. ഈ വചനങ്ങൾ നിങ്ങളെ പ്രാർത്ഥിക്കുവാനായിട്ട് പ്രോത്സാഹിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഏത് വിഷയമായിക്കൊള്ളട്ടെ, ഏത് അനുഗ്രഹമായിക്കൊള്ളട്ടെ, നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്? വിശുദ്ധ ഹൃദയത്തോടെ, തുറന്ന ഉള്ളത്തോടെ, ദൈവത്തിന്റെ മഹത്വം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് അവന്റെ രാജ്യവും അവന്റെ മഹത്വവും ഈ ലോകത്തിൽ വളർന്നു വരുവാൻ വേണ്ടി അവന്റെ അത്ഭുത കാരുണ്യത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഇന്നേ ദിവസം പ്രാർത്ഥിക്കാം. എൻ്റെ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കുന്നു.